എല്ലാവർക്കും പിൻഡോറൂബി അനലിറ്റിക്കൽ ടാരയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഊർജ്ജ നിലകൾ, എനർജി ലെവൽസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ വ്യക്തതയോടെ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ 7 ചക്രങ്ങളെ, നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളെ കുറിച്ചാണ്. 7 ചക്രാസ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൂലാധാര ചക്രം മുതൽ സഹസ്രാര ചക്രം വരെയുള്ള ഊർജ്ജ പ്രവാഹം എങ്ങനെയാണ്, എവിടെയെങ്കിലും തടസ്സങ്ങളുണ്ടോ, എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടോ, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്, ഇതൊക്കെയാണ് നമ്മളിന്ന് ടാരോ കാർഡുകളിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. നമുക്ക് 7 ചക്രകൾക്കുമായിട്ട് 7 ചക്രാസിനുമായിട്ട് ഓരോ കാർഡ് വീതം എടുക്കാം. ആദ്യം റൂട്ട് ചക്ര, സേക്രൽ ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, third eye chakra and crown chakra. Okay. Root chakra, 4 of swords, sacral chakra, justice, solar plexus, queen of swords, heart chakra, King of Swords, throat chakra, 3 of cups. Clear അടിക്കുന്നുണ്ട്. Third eye chakra, 2 of swords, crown chakra, Knight of Pentacles. ഇതാണ് നമുക്ക് 7 ചക്രകളെയും ഓരോ ചക്രാസിന് വേണ്ടിയിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് റൂട്ട് ചക്രയുടെ, മൂലാധാര ചക്രത്തിന്റെ ഊർജം പരിശോധിക്കാം. ഇവിടെ നമുക്ക് 4 ഓഫ് സോർട്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. സാധാരണയായി മൂലാധാര ചക്രം, അതായത് റൂട്ട് ചക്ര, നമ്മുടെ നിലനിൽപ്പിനെയും സുരക്ഷിതത്വത്തെയും സാമ്പത്തിക ഭദ്രതയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ 4 ഓഫ് സോർട്സ് വരുമ്പോൾ അത് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു റെസ്റ്റ് മോഡിലാണ് എന്നാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഫിസിക്കൽ തിങ്സിനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വത്തിനോ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായി ഉണ്ടായ മാനസികവും ശാരീരികവുമായിട്ടുള്ള ക്ഷീണം മാറ്റാൻ നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു വിശ്രമം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടയേർഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് വേണ്ട ഒരവസ്ഥ. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റൂട്ട് ചക്ര എനർജി ഇപ്പോൾ അല്പം പാസീവ് ആണെന്നാണ്. ഇതൊരു ബ്ലോക്ക് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ സമാധാനമായിട്ട് ഇരിക്കാനും ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുമുള്ള ഒരു സമയമാണിത്. നിങ്ങൾ സെക്യൂർ ആണ്, സുരക്ഷിതരാണ്, പക്ഷേ നിങ്ങൾക്കൊരു റെസ്റ്റ് ആവശ്യമാണ്. നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് ഒരു റെസ്റ്റ് ആവശ്യമാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഉത്കണ്ഠകൾ മാറ്റിവെച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കതിൽ നിന്ന്, ഈ കാർഡിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു റെസ്റ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ റൂട്ട് ചക്ര അത് ആഗ്രഹിക്കുന്നു. റൂട്ട് ചക്രയെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് റെസ്റ്റ് എടുക്കുക, വിശ്രമിക്കുക, ധ്യാനിക്കുക, അതുപോലെ അനാവശ്യമായ ചിന്തകൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. റെസ്റ്റ് ആൻഡ് റിക്കവറി എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് എന്തായാലും ചക്ര വിസ്ഡം ഒറാക്കിൾ കാർഡിൽ നിന്നും എന്ത് മെസ്സേജാണ് റൂട്ട് ചക്രയെ സംബന്ധിച്ച് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഒന്ന് നോക്കാം. റൂട്ട് ചക്രയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത് സോൾമേറ്റ് എന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4 ഓഫ് സോർട്സ് എന്ന എനർജി നിങ്ങളോട് വിശ്രമിക്കാൻ പറയുമ്പോൾ ഇവിടെ നമുക്ക് ചക്ര വിസ്ഡം ഒറാക്കിൾ കാർഡിൽ നിന്നും ഡെക്കിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന സോൾമേറ്റ് എനർജി എന്ന ക്ലാരിഫിക്കേഷൻ കാർഡ് നിങ്ങളോട് പറയുന്നത് വെറുതെ വിശ്രമിക്കുക എന്നുള്ള രീതിയിലല്ല, വെറുതെ വിശ്രമിച്ച് അവിടെ ഇരിക്കുക, റെസ്റ്റ് എടുത്തിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സത്യങ്ങളെ
ഒന്ന് മുഖാമുഖം കാണുക എന്നതാണ്. നിങ്ങളുടെ സോൾമേറ്റ്, നമ്മൾ സാധാരണ അഫെയറുമായിട്ട്, പ്രണയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ സോൾമേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെ അത് പറയുന്നത് നിങ്ങളുടെ സോളുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ ഒന്ന്, നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനോ വേണ്ടി നുണകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചു വെക്കാറുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് അത്തരം ഒരു കള്ളം പറഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ പേടിയെയും സങ്കടത്തെയും ഒക്കെ മാറ്റിവെച്ച് എന്റെ സത്യം ഇതാണ് എന്ന് ധൈര്യപൂർവ്വം സമ്മതിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇനി നിങ്ങളുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം നിങ്ങൾ ചുമന്നിട്ടുണ്ടാവാം. ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നിങ്ങൾ പറയാതിരിക്കുന്ന സത്യങ്ങൾ ഉണ്ടാവാം. ഇനി അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ആത്മാവിനോട് തന്നെ നിങ്ങൾ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ റെസ്റ്റിംഗ് ഫേസിൽ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക. നിങ്ങളുടെ ആത്മാവ് പറയുന്നത് കേൾക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ, അതായത് റൂട്ട് ചക്ര, കൂടുതൽ ശക്തമാകും. സ്വയം വിശ്വസിക്കുക, നിങ്ങൾ എന്തായാലും ഒറ്റയ്ക്കല്ല. വിശ്രമം എന്നത് ഒരു മുന്നൊരുക്കമാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ സത്യം. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ. പുറമേ നമ്മൾ കാണിക്കുന്നത് പലപ്പോഴും പലതരത്തിലും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് മാറി യഥാർത്ഥത്തിലുള്ള നിങ്ങളിലേക്ക്, നിങ്ങളുടെ ട്രൂ സെൽഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനിയൊരു കള്ളത്തരങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നൊരു പോളിസി നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ ആവർത്തിച്ച് ഈ കാർഡുകൾ പറയുന്നത്. രണ്ടാമത്തെ ചക്രയായ സേക്രൽ ചക്ര, അതായത് സ്വാധിഷ്ഠാന ചക്രം, അതിൽ വന്നിരിക്കുന്നത് ജസ്റ്റിസ് എന്ന കാർഡാണ്. വികാരങ്ങളെയും സർഗാത്മകതയെയും നിയന്ത്രിക്കുന്ന ചക്രയാണിത്. ഇതിൽ ജസ്റ്റിസ് വരുന്നത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. നമ്മുടെ ഇമോഷൻസ്, ബന്ധങ്ങൾ, സർഗാത്മകത എന്നിവയുടെ കേന്ദ്രമാണ് ഈ ചക്രമല്ലോ. ഇവിടെ ജസ്റ്റിസ് വരുമ്പോൾ അത് നൽകുന്ന സന്ദേശം നിങ്ങളുടെ വികാരങ്ങളിൽ ഒരു ബാലൻസിങ് ആവശ്യമാണ്. ഇവിടെ കണ്ടോ, ഒരു ത്രാസ് കണ്ടോ, ഒരു ബാലൻസിങ് ആവശ്യമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ബന്ധങ്ങളിലോ വികാരപരമായ കാര്യങ്ങളിലോ എന്തെങ്കിലും നീതികേട് നിങ്ങൾ നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കാര്യങ്ങളെ നേർവഴിക്ക് നയിക്കാനുമുള്ള സമയമാണിത്. വേറെ ആളുകളെ പഴി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല. വേറെ ആരെങ്കിലും പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരാനും പോകുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ തന്നെ നേരിടണം എന്നുള്ളതാണ്. നമ്മളത് കൺഫ്രണ്ട് ചെയ്യണം. നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന്റെ നേതൃത്വം, ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, എനിക്ക് അങ്ങനെ ഒരു എന്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഇമോഷണലി ഞാൻ ഒട്ടും ഫുൾഫില്ലിംഗ് അല്ല, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ വിഷയം ആ കാര്യം, ഒരു നീതികേട് എനിക്ക് നേരെ നടക്കുന്നുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ അത് നമുക്കെതിരെ നടക്കാൻ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രമാത്രം സമയം മാറ്റിവെക്കുന്നുണ്ടോ അത്ര തന്നെ പ്രാധാന്യം നിങ്ങളുടെ സ്വന്തം സന്തോഷങ്ങൾക്കും നൽകണം എന്നുള്ളതാണ് പറയുന്നത്. ബാലൻസ് ചെയ്യണം കാര്യങ്ങൾ. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കർമ്മഫലത്തെ കൂടിയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് കാണിച്ച സത്യസന്ധതയും നീതിയും ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോവുകയാണ്. ഇനി അതിനുള്ള സമയമാണ്. വികാരപരമായി നിങ്ങൾ ഇപ്പോൾ വളരെ പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടത്തിലാണ്. സ്വാധിഷ്ഠാന ചക്രയിലെ എനർജി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വൈകാരികമായ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ സർഗാത്മകതയും സന്തോഷവും വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് സേക്രൽ ചക്ര ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സംബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതിനെ കുറിച്ച് എന്താണ് ചക്ര ഒറാക്കിൾ കാർഡ്, വിസ്ഡം ഒറാക്കിൾ കാർഡ് പറയുന്നത് നോക്കാം. കംപ്ലീഷൻ, ജസ്റ്റിസ് ആൻഡ് കംപ്ലീഷൻ. സ്വാധിഷ്ഠാന ചക്രത്തിൽ നമുക്ക് ലഭിച്ച ജസ്റ്റിസ് എന്ന കാർഡിനെ കൂടുതൽ വ്യക്തമാക്കാൻ എത്തിയിരിക്കുന്നത് കംപ്ലീഷൻ എന്ന മനോഹരമായ എനർജിയാണ്. ഈ രണ്ട് കാർഡുകളും ചേർന്ന് നൽകുന്ന സന്ദേശം നീതി നടപ്പിലാകുന്നത് ചില കാര്യങ്ങൾ പൂർണ്ണതയിലെത്തുമ്പോഴാണ്. ഒരു കംപ്ലീഷനിലേക്ക്, ഒരു സർക്കിൾ പൂർത്തിയാകേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം അതിന്റെ സ്വാഭാവികമായ അന്ത്യത്തിൽ, നാച്ചുറൽ എൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അന്ത്യം എന്നത് ഇവിടെ കാണുന്നത് പോലെ ഗ്രേവോ അല്ലെങ്കിൽ മരണമോ എന്നുള്ളതല്ല. എന്തൊരു സിറ്റുവേഷന്റെ അന്ത്യം. നമ്മൾ അതിനെ ഒരു മരിച്ചു പോകുമെന്നോ അങ്ങനെയുള്ള ഒരു എനർജി ആയിട്ടൊന്നും എടുത്ത് ഭയപ്പെടരുത് കേട്ടോ. അതല്ല പറയുന്നത്. അത് ഭയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്ത്യമല്ല.
ജീവിതത്തിലെ ചില കാര്യങ്ങൾ അവസാനിക്കുന്നത് പുതിയ ഒന്നിന്റെ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക, എംബ്രേസ് ഇറ്റ് എന്നുള്ളതാണ്. അതുപോലെ ഇതുവരെ നിങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെയും നിങ്ങളുടെ പാരമ്പര്യത്തെയും നിങ്ങളുടെ ലെഗസിയെ ബഹുമാനിക്കുക. ഒരു വലിയ സാഹസികത അവസാനിക്കുമ്പോൾ മറ്റൊരു പുതിയ തുടക്കം ചക്രവാളത്തിൽ തെളിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ നമുക്ക് മുന്നിൽ എന്തായാലും തുറക്കും. ലൈഫ് അങ്ങനെയാണ്. വൈകാരികമായിട്ട് നിങ്ങൾ അർഹിക്കുന്ന നീതി ലഭിക്കണമെങ്കിൽ പഴയതും പ്രയോജനമില്ലാത്തതുമായ ചില വികാരങ്ങളെയോ ബന്ധങ്ങളെയോ പൂർണ്ണമായി വിട്ടയക്കേണ്ടതുണ്ട്. ആ അധ്യായം പൂർത്തിയായാൽ മാത്രമേ നിങ്ങൾക്ക് അർഹമായ സമാധാനവും സന്തോഷവും ലഭിക്കൂ. ഇത് മനോഹരമായ ഒരു അസ്തമയം പോലെയാണ്. നാളെ പുതിയൊരു സൂര്യോദയം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഒരു അസ്തമയം കഴിഞ്ഞാൽ എന്തായാലും ഒരു ഉദയമുണ്ട്. ഇത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒക്കെ വേണ്ടെന്ന് വെക്കണം, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകണം എന്നുള്ളതല്ല. ടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന തരത്തിൽ, നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ അകന്നു പോകണം, ബാലൻസ് ചെയ്തു പോകണം. ആ സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം അവർക്ക് കൊടുത്താൽ മതി. പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞു പോകണമെന്നല്ല, നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാനും വികാരങ്ങൾ ബാലൻസ് ചെയ്യാനും ഈ പൂർണ്ണത എന്തായാലും അത്യാവശ്യമായിട്ട് വരും. പുതിയ തുടക്കങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക. അതോടൊപ്പം തന്നെ അവസാനങ്ങളെ കുറിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ തരത്തിലുള്ള എന്ത് എനർജി ആണെങ്കിലും, സർഗാത്മകമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള എന്ത് എനർജി ആണെങ്കിലും നമ്മൾ ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളാണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഭയപ്പെട്ട് ഇതിങ്ങനെ വന്നല്ലോ, എന്റെ റിലേഷൻഷിപ്പ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണെന്നല്ല. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്കെതിരെ നടന്ന അനീതിക്കെതിരെ പ്രപഞ്ചം ഒരു നീതി നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമാണ് പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു എനർജിയിലേക്ക്, ആ ഒരു യൂണിവേഴ്സിന്റെ നീക്കങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, മണിപൂര ചക്ര, അതിലേക്ക് കടക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. മണിപൂര ചക്ര എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തെയും വ്യക്തിപ്രഭാവത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ചക്രയാണ്. അതിൽ നമുക്ക് ക്യൂൻ ഓഫ് സോർട്സ് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. സോളാർ പ്ലെക്സസ് ചക്രയുടെ നിലവിലെ എനർജി, നിങ്ങൾ ഇപ്പോൾ വൈകാരികമായ തീരുമാനങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ക്യൂൻ ഓഫ് സോർട്സിനെ പോലെ കാര്യങ്ങളെ വളരെ വ്യക്തമായി കാണാനും കൃത്യമായി വിശകലനം ചെയ്യാനും നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ബൗണ്ടറീസ്, വ്യക്തിപരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നിങ്ങളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും നോ പറയാനുമുള്ള ആർജവം എന്തായാലും നിങ്ങളിപ്പോൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും നല്ല വ്യക്തതയുണ്ട്. അത് നേടിയെടുക്കാൻ അനാവശ്യ വികാരങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ വാളുകൊണ്ട് മുറിച്ചു മാറ്റുന്നത് പോലെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഇപ്പോൾ വളരെ ആക്റ്റീവ് ആണ്. ബുദ്ധിശക്തിയും വിവേകവും ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ചക്ര എനർജി പറയുന്നത്. സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളുടെ ശക്തി തിരിച്ചറിയാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ് ചക്ര ഒറാക്കിൾ കാർഡ് പറയുന്നത് നോക്കാം. എന്താണ് മണിപൂര ചക്ര? ഓൾറെഡി ആക്റ്റീവ് ആണ്. മണിപൂര ചക്രയുടെ എനർജി നിങ്ങളോട് എന്താണ് അതുവഴി യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡിസിപ്പേറ്റിംഗ്. കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്ന മണിപൂര ചക്രത്തിന്റെ എനർജി ക്യൂൻ ഓഫ് സോർട്സ് വളരെ ആക്റ്റീവായിട്ട് നമുക്ക് കിട്ടി. എല്ലാം വ്യക്തതയോടെ, ബുദ്ധിയോടെ, ഇന്റലിജന്റ് ആയിട്ട് തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു എനർജിയാണ് ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നതിലും നിങ്ങൾ മനസ്സിലാക്കുന്നതിലും വലിയ ആളാണ് നിങ്ങൾ. അതിനേക്കാളും ഇന്റലിജന്റ് ആണ് നിങ്ങൾ. നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയവനാണ് അല്ലെങ്കിൽ വലിയവളാണ് നിങ്ങൾ. ഐ ആം മോർ ദാൻ ഐ തിങ്ക് ഐ ആം എന്നാണ് ഈ കാർഡിന്റെ ഗൈഡ് ബുക്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ക്യൂൻ ഓഫ് സോർട്സിൽ നമുക്ക് നിങ്ങൾക്ക് നല്ല ബുദ്ധിശക്തിയും വ്യക്തതയും ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഈ രണ്ടാമത്തെ കാർഡ് ഒരു ചെറിയ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിലും വലുതാണ് നിങ്ങൾ എന്ന് പറയുമ്പോഴും ഇതിൽ പറയുന്നത് പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ സ്റ്റേൺ ആയിട്ട്, ബുദ്ധിപരമായി, ഇന്റലിജന്റ് വേ ഓഫ് ടോക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ പ്രവർത്തിക്കുന്ന രീതി വരുമ്പോൾ, പ്രവർത്തനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മടി കാണിക്കുന്നു. അതായത് ഒരു ഫാന്റസിയിൽ ജീവിക്കുക എന്ന് പറയാം. കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞ കാലം കഴിക്കുകയാണ്, ഒരു ആക്ഷൻ വരുന്നില്ല. സ്വപ്നം കണ്ടിരിക്കുന്നു,
അപ്പോൾ കാര്യങ്ങളെ പറ്റി സ്വപ്നം കണ്ട് ഇരിക്കാതെ പ്രവൃത്തിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്, ടേക്കിംഗ് ആക്ഷൻ എന്നാണ് ഇത് യൂണിവേഴ്സ് നിങ്ങളോട് ഈ കാർഡിലൂടെ പറയുന്നത്. മനസ്സിൽ ഒരുപാട് കഥകൾ ഉണ്ടാവും, നിങ്ങളെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ സ്വയം പറയുന്ന ഒഴിവ് കഴിവുകളിൽ, അതായത് മേക്കിംഗ് എക്സ്ക്യൂസസിൽ തളച്ചിടപ്പെടരുത്. പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ വരുന്നൊരു ഡ്രോബാക്ക് എന്നതിനെ പറയാൻ പറ്റില്ല. പ്ലാനിങ് ഇല്ലാത്തതല്ല പ്രശ്നം, അലസതയാണെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങളുടെ പ്രധാനപ്പെട്ട മടി, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ഇന്റലിജൻസ് ആണുള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതലുണ്ട്, പക്ഷെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ മടിയാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര പൂർണ്ണമായിട്ട് ഉണരണമെങ്കിൽ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ആദ്യത്തെ ചുവടുവയ്പ് ഇന്ന് തന്നെ നടത്തണം എന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന നിർദ്ദേശം. ഓക്കെ, അപ്പൊ അത് സീരിയസ് ആയിട്ട് ആ കാര്യത്തെ എടുക്കുക. അടുത്ത ചക്രയിലേക്ക് കടക്കാം, ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്രയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കിങ് ഓഫ് സോർട്സ് ആണ്. ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ അനാഹത ചക്രം എന്നാണ് അതിനെ പറയുന്നത്. സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും ഒക്കെ കേന്ദ്രമാണ് ഇത്, ഈ ചക്രം. സാധാരണയായി ഹൃദയചക്രത്തിൽ വികാരങ്ങൾക്കാണ് പ്രാധാന്യം വരുന്നത്, അതായത് കപ്സ് എനർജിയാണ് കൂടുതൽ വരേണ്ടത്. പക്ഷെ ഇവിടെ കിങ് ഓഫ് സോർട്സ് വരുന്നത് നിങ്ങൾ ഇപ്പോൾ സ്നേഹബന്ധങ്ങളിലും വികാരപരമായ കാര്യങ്ങളിലും വലിയൊരു അച്ചടക്കം കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വികാരങ്ങൾക്ക് അടിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ബുദ്ധിപരമായ സത്യസന്ധതയ്ക്കും നീതിക്കുമാണ് നിങ്ങൾ ഇപ്പോൾ വില കൽപ്പിക്കുന്നത്. അത് ചിലപ്പോൾ പഴയകാലത്തെ നിങ്ങളുടെ ലൈഫിലുണ്ടായ എന്തെങ്കിലും ഒരു മുറിവുകൾ നിങ്ങളെ കൂടുതൽ ജാഗ്രതയുള്ള ആളുകളാക്കി മാറ്റിയതായിരിക്കാം, കരുത്തരാക്കിയതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെയും അന്ധമായി വിശ്വസിക്കാതെ, വികാരങ്ങൾ കടിപ്പെടാതെ, വസ്തുതകൾ പരിശോധിച്ച് മാത്രം ഹൃദയം തുറക്കുന്ന രീതിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. സ്നേഹബന്ധങ്ങളിൽ വ്യക്തമായ ബൗണ്ടറീസ് നിശ്ചയിച്ചുകൊണ്ട്, എന്താ പറയാ, സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് സത്യം എന്താണെന്ന് തുറന്നു പറയാനും നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഈ ഹൃദയചക്രം, ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ എയർ എലമെന്റ് ആണ്. നിങ്ങളുടെ വികാരങ്ങളെ വിശകലനം ചെയ്യണം. ഇതൊരു ടഫ് ലവ് എന്ന് നമുക്ക് കണക്കാക്കാം. ഒരു ലവ് ഇപ്പോ തീരെ ഇല്ല, അത് വേണമല്ലോ നമ്മുടെ ജീവിതത്തിൽ. റിലേഷൻഷിപ്പ് വേണം, അതിലൊരു കടുപ്പം നിങ്ങൾ കാണിക്കുന്നുണ്ട്. സ്നേഹത്തോടൊപ്പം വിവേകവും നിറഞ്ഞ ഒന്നാണെന്ന് പറയാം. വൈകാരികമായ ബഹളങ്ങൾക്കിടയിലും ശാന്തമായി ചിന്തിക്കാനും ശരിയായ നിലപാടുകൾ എടുക്കാനും ഈ ഊർജം നിങ്ങളെ സഹായിക്കും. അതൊരു ബ്ലോക്കേജ് ആണോ? നമുക്ക് എന്താണ് ക്ലാരിഫിക്കേഷൻ കാർഡ്, ഒറാക്കിൾ കാർഡ് പറയുന്നത് നോക്കാം. എന്തായാലും ഇതൊരു ബ്ലോക്ക് ആണെന്ന് തോന്നുന്നില്ല, കാരണം കിങ് ഓഫ് സോർട്സ് എന്നൊരു കിങ് ആണല്ലോ. അപ്പൊ ഒരു ബ്ലോക്കേജ് അല്ല അത് കാണിക്കുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പ്രൊട്ടക്ഷൻ ആണെന്ന് പറയാം. ഹൃദയം പൂർണ്ണമായും അടഞ്ഞു പോയതൊന്നുമല്ല, അനാവശ്യമായ വൈകാരിക പരിക്കുകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ഒരു കവചം തീർത്തിരിക്കുന്നു. വ്യക്തമായ അതിർവരമ്പുകൾ വെച്ചിരിക്കുന്നു. ആരെ സ്നേഹിക്കണം, ആരെ വിശ്വസിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു കൃത്യമായ ബോധ്യമുണ്ട്. വൈകാരികമായി തളർന്നു പോകുന്നതിന് പകരം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാൻ ശ്രമിക്കുന്നു. മാത്രമല്ല സത്യസന്ധമായിട്ടുള്ള സ്നേഹം, കാപട്യമുള്ള ഒരു സ്നേഹത്തിന് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ വാതിൽ, ഹൃദയത്തിന്റെ വാതിൽ അടച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും എന്താണ് കാർഡ്, ഒറാക്കിൾ കാർഡ് പറയുന്നത്? പെർസെപ്ഷൻ. ഹാർട്ട് ചക്രയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് പെർസെപ്ഷൻ കാർഡ് വന്നിരിക്കുന്നത്. അത് ബ്ലോക്ക് അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തത ഈ കാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്തത് ഹൃദയം അറിയുന്നു എന്നാണ് ഈ കാർഡിന്റെ പൊതുവായ ഒരു മീനിങ്. ഇതില് ഈ കാർഡിലെ കഥയിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഗൈഡ് ബുക്കിൽ പറയുന്നത്, ഒരു രാജകുമാരി തന്റെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു തോട്ടത്തിൽ നിന്ന് ഒരു മരതകക്കല്ല്, എമറാൾഡ് സ്റ്റോൺ കണ്ടെത്തുന്നു. അവൾ ഭയത്തോടെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവസാനം അവൾ മടങ്ങിയെത്തുന്നത് അതേ തോട്ടത്തിലേക്ക് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആ തോട്ടം പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ് അതീവ സുന്ദരമായി മാറിയിരിക്കുന്നു. അപ്പോൾ ആരും കയറാതെ കിടന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് വാതിൽ തുറന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു മരതകക്കല്ല് അവൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭയത്തോടു കൂടിയാണ് ആ തോട്ടത്തെ വീക്ഷിക്കുന്നത്, കാണാത്തൊരു സ്ഥലം എന്ന രീതിയിൽ. പക്ഷേ അകത്തേക്ക് പോയ ആള് തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും കാണുന്നത് പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ നിറഞ്ഞ് അതീവ സുന്ദരമായി മാറിയിരിക്കുന്ന ഒരു ഗാർഡനാണ്. ആ ഗാർഡൻ അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് നോക്കിയാൽ, അതായത് കാര്യങ്ങളെ പഴയ കണ്ണിലൂടെ കാണുന്നതിന് പകരം പുതിയൊരു രീതിയിൽ കാണാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഒരു ഓപ്പൺ ഹാർട്ടഡ്നെസ്, തുറന്ന മനസ്സ്, കിങ് ഓഫ് സോർട്സ് നൽകിയ ആ അച്ചടക്കവും വിവേകവും സത്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കാനാണ് സഹായിക്കുന്നത്. ഭയത്തെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇത് നൽകുന്നു. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ മാറ്റം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഭാവി എന്തായാലും വാഗ്ദാനം ചെയ്യും. ഇതൊരു ബ്ലോക്ക് അല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ തോട്ടം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു യാത്രയാണ്. പഴയ കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് നിലവിലെ സാഹചര്യങ്ങളെ സ്നേഹത്തോടെയും അംഗീകാരത്തോടെയും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ മരതകക്കല്ല്, അതായത് എമറാൾഡ് സ്റ്റോൺ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആന്തരികമായ അറിവ്
ആയിട്ട് നിങ്ങൾ കാണണം. അതിനെ വിശ്വസിക്കണം, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കണം. അത് നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ത്രോട്ട് ചക്രയാണ്, വിശുദ്ധി ചക്രം. ഇത് നമ്മുടെ സംസാരം, സെൽഫ് എക്സ്പ്രഷൻ എന്നിവയുടെയൊക്കെ കേന്ദ്രമാണ്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3 ഓഫ് കപ്സ് എന്ന അടിപൊളി കാർഡാണ്. സാധാരണയായി ആഘോഷങ്ങളെയും സൗഹൃദങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. ത്രോട്ട് ചക്രയിൽ ഈ കാർഡ് വരുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സംവദിക്കാനും പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. ത്രോട്ട് ചക്ര ആക്റ്റീവ് ആണ്. നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സ്നേഹവും സന്തോഷവും പകരുന്ന ഒരു അന്തരീക്ഷം അതിലുണ്ടാവുന്നു. കൂട്ടായ ചർച്ചകൾക്കോ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒത്തുചേരലുകൾക്കോ ഈ സമയം വളരെ അനുയോജ്യമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. സൗഹൃദങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെ നിങ്ങൾ അങ്ങനെ ഒരു ഷൈ ആയിട്ടിരിക്കില്ല. നിങ്ങളുടെ ത്രോട്ട് ചക്ര വളരെ ആക്റ്റീവായിട്ട് ഉള്ള ഒരു എനർജിയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും നിങ്ങളുടെ സംസാരം സഹായിക്കും. അതുപോലെ ഒത്തുചേരലുകളിലൂടെയും ആശയവിനിമയത്തിലൂടെയും വലിയ നേട്ടങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തും. എന്നാണ് ത്രോട്ട് ചക്ര ഒറാക്കിൾ കാർഡ് നമ്മളോട് പറയുന്നത് നോക്കാം. ത്രോട്ട് ചക്രയെ പറ്റിയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എടുക്കാം. ഐസൊലേഷൻ, കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതും ഐസൊലേഷൻ എനർജിയുമാണല്ലോ വന്നിരിക്കുന്നത്. ഗൈഡ് ബുക്ക് നോക്കട്ടെ. ഇവിടെ നമുക്ക് ഈ ഒറാക്കിൾ കാർഡ് നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് ഇടപെടാൻ സാധിക്കുന്ന ഒരു സംസാരിക്കാനൊക്കെ സാധിക്കുന്ന, മടി പിടിച്ചിരിക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന, ഷൈ ആയിട്ടിരിക്കാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ആക്റ്റീവ് എനർജിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒറാക്കിൾ കാർഡ് ഐസൊലേഷൻ എന്ന് പറയുന്നത്, ഇതിലെ ഗൈഡ് ബുക്കിൽ പറയുന്ന സ്റ്റോറി എന്താന്ന് വെച്ചാൽ സഫയർ എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ധാരാളം ക്ഷണങ്ങൾ പല പരിപാടികളിലേക്കും ഉള്ള ഇൻവിറ്റേഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞ് അയാൾ വീട്ടിൽ തന്നെ, ഒഴികഴിവുകൾ പറഞ്ഞ് അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ശരിയായിട്ടുള്ള വസ്ത്രമില്ലെന്നോ അല്ലെങ്കിൽ തന്റെ നിലവാരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടാനില്ലെന്നോ ഒക്കെ പറഞ്ഞ് അയാൾ സ്വയം ഒറ്റപ്പെടുകയാണ്. അതായത് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടി ഉണ്ടാവും, ആളുകളോട് ഇടപെടാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ആ ഒരു എനർജി ഇല്ല, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പോയാൽ നിങ്ങൾ ഒറ്റപ്പെടുമോ എന്നൊക്കെ ഒരു തോന്നലോ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങളിങ്ങനെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാതെ തനിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ട്. നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ത്രോട്ട് ചക്ര വളരെ ആക്റ്റീവായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു എൻഗേജ് ചെയ്യാനായിട്ടുള്ള എനർജി എന്തായാലും ഉണ്ട്. നിങ്ങൾ വെറുതെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നാണ് ഇവിടെ പറയുന്നത്. ജീവിതം ആസ്വദിക്കാനായിട്ട് ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾ വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ്, പക്ഷെ നിങ്ങൾ ആ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ, നിങ്ങളായിട്ട് ഇറങ്ങി ചെന്നില്ലെങ്കിൽ ആ അവസരം നിങ്ങളെ കടന്നുപോയേക്കാം. അപ്പോൾ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതെ ഒതുങ്ങിക്കൂടുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണം. ആളുകളുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനുമുള്ള അവസരങ്ങൾ വരുമ്പോൾ അനാവശ്യമായിട്ട് ഒരു ഒഴിവും പറഞ്ഞ് നിങ്ങൾ പിന്മാറരുത്. പരിപാടികൾക്ക് ക്ഷണിച്ചാൽ പോകണം, നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയാണ്. അത് വേണ്ട. നിങ്ങൾക്ക് ആളുകളോട് നല്ല ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാനും അത് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും ആളുകൾ നിങ്ങളുടെ സംസാരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു എനർജി നിങ്ങളിലുണ്ട്. നിങ്ങളത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. 3 ഓഫ് കപ്സ് ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് ആഘോഷങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ഞാൻ തയ്യാറെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് ശരിയായ സമയമല്ല എന്നൊക്കെ പല ചിന്തകൾ നിങ്ങളെ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ആ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വന്ന് ലോകവുമായി ഇടപെടാൻ, സംവദിക്കാൻ നിങ്ങൾ ആരംഭിക്കണം. നിങ്ങളുടെ വാക്കുകൾക്ക് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മടി, പ്രൊക്രാസ്റ്റിനേഷൻ, ഐസൊലേഷൻ ഇതൊക്കെ നിങ്ങളുടെ ഒരു പ്രശ്നമാണ്. നിങ്ങളായിട്ട് തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾ എന്തിനോ പേടിച്ചിട്ടാണ്. അത് വേണ്ട. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. അത് കുറെ കൂടി ആക്റ്റീവായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾ കുറെ നാളായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യം, അതൊരു യാത്രയാകാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ വിളിക്കുന്നതാകാം, എന്തുമാകാം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതിലേക്ക് ആ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും മുഴുകിയിരിക്കുന്നതായിട്ടൊക്കെ സങ്കല്പിക്കുക. ഇതൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ സജീവമായിട്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന എനർജീസ്, ആ ഒരു ഭയമുണ്ടല്ലോ, ഇവിടെ ഒരു തോട്ടത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഉണ്ടായ ഭയം, അവിടെ ഒരു മരതകക്കല്ല് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഒരു വജ്രം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് ഒരു എമറാൾഡ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലും, ഒരു നഷ്ടവും വരില്ല. അതിന്റെയൊക്കെ സന്തോഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നാൽ ആദ്യത്തെ ആ ചുവടുവെപ്പ് നടത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് തേർഡ് ഐ ചക്ര, അതായത് ആജ്ഞാചക്രം. നമുക്ക് ലഭിച്ചിരിക്കുന്നത് 2 ഓഫ് സോർട്സ് ആണ്. തേർഡ് ഐ നമ്മുടെ ഇൻറ്റ്യൂഷൻ,
അതേപോലെ ദീർഘവീക്ഷണം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന കേന്ദ്രമാണ്. അതിന്റെയൊക്കെ കേന്ദ്രമാണ് ആജ്ഞാചക്രം. ഇവിടെ ടു ഓഫ് സോട്സ് വന്നിരിക്കുന്നത്. ടു ഓഫ് സോട്സ് 2 വാളുകൾ കുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ്, ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. അയാൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഒരേപോലെ ബാലൻസ് ചെയ്ത് 2 സോട്സ് നിൽക്കുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ കാണാനായിട്ട് ഭയം, ഒരു ഡൈലമ്മയിലാണ്, വലിയ ആശയക്കുഴപ്പത്തിലാണ്. 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. കണ്ടില്ലേ ഈ പിക്ചറിൽ? ഇയാളുടെ കണ്ണ് കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വയ്യേ? കാണാലോ. അത് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പുറം കാഴ്ചകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക്, അതായത് കണ്ണ് തുറന്ന് നോക്കി കണ്ണിൽ കാണുന്ന കാര്യത്തെ വിശ്വസിച്ചല്ല, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് പുറമേ കാണുന്ന, നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടാൽ മാത്രം ഒരു വ്യക്തത ലഭിക്കില്ല. നിങ്ങളുടെ മനസ്സ് ഒരു വശത്തേക്കും ബുദ്ധി മറ്റൊരു വശത്തേക്കും നിങ്ങളെ വലിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റിയിൽ, ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് പറ്റാത്തത്. ആജ്ഞാചക്രത്തിൽ ഈ കാർഡ് വരുമ്പോൾ ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾ സത്യത്തിന് നേരെ കണ്ണടച്ചു പിടിച്ചിരിക്കുകയാണെന്നാണ്. വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കാൻ ഈ കാർഡ് ആവശ്യപ്പെടുന്നു. പുറത്തെ ബഹളങ്ങളും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ഒക്കെ മാറ്റി നിർത്തി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരിക ശബ്ദം, മനസ്സിന്റെ ശബ്ദം എന്താണെന്ന് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. കണ്ണുകൾ തുറന്ന് സത്യത്തെ നേരിടാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ആജ്ഞാചക്ര ബാലൻസ്ഡ് ആവുകയും ശരിയായ വഴി തെളിയുകയും ചെയ്യും. അതിന് ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഒറാക്കിൾ കാർഡ് പറയുന്നത് നോക്കാം. തേർഡ് ഐ ചക്ര ബാലൻസ്ഡ് അല്ല എന്ന് ആണ് നമുക്ക് കിട്ടുന്ന എനർജി. എന്ത് ചെയ്യണം? ഫെയ്ത്ത്. ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്, ക്ലാരിഫിക്കേഷൻ എന്നല്ല, ഒരു പരിഹാരമായിട്ട് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം, വിശ്വാസം, ഫെയ്ത്ത് എന്ന കാർഡാണ്. ഈ കാർഡിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഐ ആം മോർ ദാൻ ഐ തിങ്ക് ഐ ആം എന്നാണ്. ഞാൻ കരുതുന്നതിനേക്കാൾ വലിയവനാണ് ഞാൻ എന്ന സന്ദേശമാണ് ഈ കാർഡിലുമുള്ളത്. ഇതിലെ കഥയിൽ പെഗ്ഗി എന്ന സ്ത്രീ വലിയൊരു ഭയത്തിലാണ്. തന്റെ മുന്നിൽ ഒരു വലിയ മതിൽ നിൽക്കുന്നതായും അതിനപ്പുറം പോകാൻ കഴിയില്ലെന്നും അവൾ വിചാരിക്കുന്നു. അതായത് ഈ കണ്ണടച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥ. എന്നാൽ അവൾ ഒരു വലിയ മതിലായി കരുതിയിരുന്നത് സത്യത്തിൽ അവളുടെ കയ്യിലുള്ള ഒരു ചെറിയ ഇഷ്ടിക മാത്രമായിരുന്നു എന്ന് ഗ്രേറ്റ് സ്പിരിറ്റ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ ഇഷ്ടിക അവൾ വഴിയിൽ വെച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് നടന്നപ്പോൾ അവളുടെ ഭാവി പ്രകാശനമായി. അതായത് അതുവരെ ഇരുളടഞ്ഞ, അതായത് ഒരു കണ്ണു തുറന്ന് എന്താണ് മുന്നിലുള്ള തടസ്സമെന്ന് കാണാതെ ഇരുന്നത് കൊണ്ട് ഒരു ചെറിയ ഇഷ്ടികയെ പോലും വലിയൊരു മതിലായിട്ട് തോന്നി എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്ന കാര്യം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ചെറുതാണ്. അതുപോലെ നാരോ ഫോക്കസ് ആണ്, ഇടുങ്ങിയ കാഴ്ചപ്പാടാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം. പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ആ ഒരു അതായത് എല്ലാം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളല്ല, പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ ചുറ്റും നമുക്ക് നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗിഫ്റ്റ്സ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗിഫ്റ്റ്സ്, നിങ്ങളുടെ കഴിവുകൾ, അത് തിരിച്ചറിയുക. അവ ഉപയോഗിക്കാതെ സ്വയം തളച്ചിട്ട് കണ്ണുമടച്ച് ഒരു തീരുമാനമെടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് സ്വയം ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ അവിടെ സ്വയം തളച്ചിട്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ കാണുന്ന ആ വലിയ മതിൽ സത്യത്തിൽ നിങ്ങൾ തന്നെ സൃഷ്ടിച്ച, നിങ്ങളുടെ ഭയം സൃഷ്ടിച്ച ഒന്നാണ്. ടു ഓഫ് സോട്സിൽ കണ്ട, നമ്മളിവിടെ കണ്ട കണ്ണ് കെട്ടിയ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ഫെയ്ത്ത് ആണ് ആവശ്യം, വിശ്വാസം വേണം. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ആ മതിൽ നീക്കം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പാതയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണത്. ഓക്കെ, നിങ്ങളുടെ അദൃശ്യ ശക്തികളെ, നിങ്ങളുടെ ഗൈഡ്സിനെ, നിങ്ങളെ സംരക്ഷിക്കുന്ന ശക്തികളെ വിശ്വസിക്കുക. തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മുന്നിലെ തടസ്സങ്ങൾ മാറും. ഞാൻ അങ്ങനെ ശക്തികളെ വിശ്വസിക്കാൻ പറഞ്ഞത് ഇതിൽ അദൃശ്യ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട്, അത് ഗൈഡ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കോളൂ. ഒരു മതിലിലും തട്ടിത്തിടഞ്ഞ് നിങ്ങൾ വീഴില്ല എന്നുള്ളതാണ്. നാരോ ഫോക്കസ് മാറ്റണം, ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് മാറണം. പ്രശ്നങ്ങളിലേക്ക് മാത്രം ഊന്നൽ നൽകാതെ വിശാലമായിട്ട് കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്, യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. ഓക്കെ, അടുത്തത് ക്രൗൺ ചക്രയാണ്, സഹസ്രാര ചക്രം. അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചക്രമാണ് ഈ സഹസ്രാര ചക്രം. അത് പ്രപഞ്ചവുമായിട്ടുള്ള, യൂണിവേഴ്സുമായിട്ടുള്ള നമ്മുടെ ആത്മീയ ബന്ധത്തിന്റെ കേന്ദ്രമാണ് ഈ ചക്രം. ഓക്കെ, അപ്പോ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് വന്നിരിക്കുന്നത് വളരെ ഒരു ഡീപ്പായിട്ടുള്ളൊരു മീനിങ് ആണ് നമ്മുടെ റീഡിങ്ങിന് നൽകുന്നത്, ഈ എനർജിക്ക് നൽകുന്നത്. സാധാരണ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ പതുക്കെ
എന്നാൽ ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന വ്യക്തിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സഹസ്രാര ചക്രത്തിൽ ഈ കാർഡ് വരുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ആത്മീയ വളർച്ച എന്നത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. അത് വളരെ ചിട്ടയായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രവൃത്തികളിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ആത്മീയ കാര്യങ്ങളെ വെറും സങ്കല്പങ്ങളായിട്ടല്ല, മറിച്ച് പ്രായോഗികമായി ജീവിതത്തിൽ എങ്ങനെ പകർത്താം, അത് അനുഭവത്തിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും ആത്മീയതയ്ക്കും നല്ലൊരു അടിത്തറയുണ്ട് ഇപ്പോൾ. ഈ കാർഡ് നൽകുന്ന മറ്റൊരു സന്ദേശം ക്ഷമ എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മീയ ഉന്നതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഇത് പറയുന്നത്. പക്ഷെ അതിന് കൃത്യമായ പരിശ്രമവും സമയവും ആവശ്യമാണ്. നിങ്ങളുടെ സഹസ്രാര ചക്ര വളരെ പ്രായോഗികമായ ഒരു എനർജിയിലാണുള്ളത്. ആത്മീയമായ അറിവുകളെ ജീവിതത്തിലെ ഭൗതികമായ കാര്യങ്ങളുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സ്ഥിരതയോടെയും വിശ്വാസത്തോടെയും ഇതുപോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുക. സ്ലോ ആൻഡ് സ്റ്റഡി ഇൻ ദ റേസ് എന്നാണല്ലോ. അപ്പോൾ ആത്മീയതയും പ്രായോഗിക ജീവിതവും തമ്മിലുള്ള ബാലൻസ് ആണ് നിങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒറാക്കിൾ കാർഡ് വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നൽകുന്ന ഗൈഡൻസ് നോക്കാം. റിലീസ്. ഓക്കെ, ഇവിടെ ഈ സഹസ്രാര ചക്രത്തിൽ, അതായത് നിങ്ങളുടെ യൂണിവേഴ്സും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ഇതിന്റെ ഈ കാർഡിലുള്ള സന്ദേശം എന്താന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എനിക്കിനി നിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല എന്നതാണ്. അതായത് ഇതിലെ കഥയിൽ, ഇതിന്റെ ഗൈഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കഥയിൽ നികിത എന്ന ഒരു പെൺകുട്ടി കാറ്റും മഴയുമുള്ള ഒരു സമയത്ത് ഒരു സെമിത്തേരിയിലൂടെ നടക്കുമ്പോൾ അവളുടെ തന്നെ ശബ്ദത്തിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. താൻ തന്നെയായിരുന്നു തന്നെ ഇത്രയും കാലം ദുഃഖത്തിൽ ആഴ്ത്തിയത് എന്ന് അവൾ തിരിച്ചറിയുകയും മാറുന്ന ഹൃദയത്തോടെ എല്ലാവരോടും ക്ഷമിച്ച് അവിടെ നിന്നും പുറത്തു കടക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ നമ്മുടെ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരുത്താതെ നമ്മളിങ്ങനെ നമ്മളെ ഒരു കഠിനമായ സാഹചര്യത്തിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തം. ആ സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് റിലീസ് ചെയ്യുക. ആ എനർജീസ് ഒക്കെ, ആ സങ്കടങ്ങളൊക്കെ, നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, ആ വിഷമങ്ങളൊക്കെ റിലീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയുള്ളൂ. അവസാനം ഗ്രേവിലേക്ക് എത്തുമ്പോൾ, സെമിത്തേരിയിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഇത്ര നാളും ഇങ്ങനെ വിഷമിച്ച് നടന്നത്, ഇനി എന്തെങ്കിലും ചെയ്യാൻ ആ സമയത്ത് അങ്ങനെ തിരിച്ചറിവുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആ മോശം എനർജിയിൽ നിന്ന്, അങ്ങനത്തെ ചിന്താഗതിയിൽ നിന്നൊക്കെ ഇപ്പോഴേ നിങ്ങൾ മാറ്റം വരുത്തണം. ആ എനർജിയൊക്കെ റിലീസ് ചെയ്ത് കളയണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും ദേഷ്യവും ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിങ്ങനെ ഏതു നേരവും ദൈവത്തെ വിളിച്ചോ യൂണിവേഴ്സിനോടോ എന്റെ വിഷമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ എനർജിയൊക്കെ റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് എന്ന്, നിങ്ങളിൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു രൂപാന്തരണം നിങ്ങൾക്ക് വരേണ്ടതുണ്ട്. ചേഞ്ച് ഇൻ കോൺഷ്യസ്നെസ്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാനും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയാനും ഈ സമയം യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അതിന് തയ്യാറായാൽ മാത്രം മതി. നിങ്ങളുടെ ആത്മീയ പാതയിൽ വളരെ പതുക്കെയാണെങ്കിലും ഉറച്ച ചുവടുകൾ വെക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ കാലത്തെ ഭാരങ്ങൾ പേർന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ഹെവി ബേർഡൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഭാരങ്ങൾ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളയുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ കുടുംബപരമായതോ അല്ലെങ്കിൽ പഴയകാല അനുഭവങ്ങളോ മൂലമുണ്ടായ മുറിവുകൾ ഉണങ്ങാനുള്ള ഒരു സമയമാണ്. ഇതൊരു ഹീലിംഗ് ഫേസ് ആണ്. അതിന് നിങ്ങൾ തയ്യാറാവുക. പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനായി നിങ്ങളുടെ ആന്തരിക ശബ്ദം കേൾക്കുക. സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും തയ്യാറാകുന്നത് വഴി നിങ്ങളുടെ സഹസ്രാര ചക്ര പ്രപഞ്ച ഊർജവുമായിട്ട് കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടും എന്നുള്ളതാണ് യൂണിവേഴ്സിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ ചക്രയിലും നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 7 ചക്രകളിലൂടെയുള്ള യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ മൂലാധാര ചക്രത്തിൽ കണ്ട ആ വിശ്രമവും സത്യസന്ധതയും, സ്വാധിഷ്ഠാന ചക്രത്തിലെ പൂർണ്ണതയും നീതിയും, മണിപ്പൂര ചക്രത്തിലെ ബുദ്ധിപരമായ പ്രവൃത്തികളും, ഹൃദയ ചക്രത്തിലെ പുതിയ കാഴ്ചപ്പാടും, വിശുദ്ധി ചക്രത്തിലെ അതായത് ത്രോട്ട് ചക്രയിലെ ആശയവിനിമയവും, ആജ്ഞാചക്ര തേർഡ് ഐ ചക്രയിലെ വിശ്വാസവും, അവസാനമായി സഹസ്രാര ചക്രത്തിലെ ഈ ഒരു റിലീസും എല്ലാം ചേർന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങളുടെ ഉള്ളിലെ സത്യത്തെ തിരിച്ചറിയുകയും ഭയമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങളെ സഹായിച്ചു എന്നാണ് കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.